ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഇഡ്ഡലി, ദോശ അങ്ങനെ ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്കതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 വെളുത്തുള്ളി, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു 4 മതിയാവും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ഒന്നിങ്ങനെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങ് റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് എടുത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം കടലയാണ് കേട്ടോ. നമ്മൾ വറുത്തെടുക്കുന്ന കടലല്ലേ, ആ കടലയാണ്, നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒന്നിട്ടിട്ട് അങ്ങ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, റോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. ഈ ഒരു ചട്നിയിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടെയാണ്. കടല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു ചട്നി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ തന്നെ കുറച്ച് അധികം പേർക്ക് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ മതിച്ചാൽ അത്രയും കുറച്ച് നമ്മൾ കടല എടുത്താൽ മതിയാവേ. ഇപ്പോൾ അത് ഏകദേശമൊക്കെ ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് കണ്ടില്ലേ, കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് ആ ഒരു വരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതിയേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കളറും കിട്ടും, എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എരിവ് കമ്മിയായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ പോകുന്നത് വരെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് പോകട്ടെ മുളക് പൊടി ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ. അതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം പുളിയുടെ വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിന് അതിൻ്റെ ആ ഒരു വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. 250 ml കപ്പിന് 1/2 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അതിൽ വെച്ച് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ കടല പെട്ടെന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലേ, വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബായി വന്നിട്ടുണ്ട്. ആ ഒരു കടല മൊത്തം ആ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുകയാണേ. ഇപ്പോൾ മൊത്തം വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇല്ല, നല്ല പോലെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ തണുത്ത് വന്നതോട് കൂടിയിട്ട് ഞാൻ അവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം കമ്മിയായി തോന്നുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ടൈറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തിക്കിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി വേണ്ടത്. ഈ കടലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിൻ്റെലേക്ക് ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ കടുകൊന്നങ്ങ് പൊട്ടിയിട്ട് വരട്ടെ. കടുകൊന്ന് പൊട്ടിയിട്ട് വന്നാൽ അതിലേക്ക് 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. എന്നിട്ടാണ്
പിന്നെ അതിലേക്ക് ഞാനൊരു 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണോളം മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. സിമ്മിലോട്ട് മാറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ആ വറ്റൽമുളകിൻ്റെ കളറങ്ങ് ചേഞ്ച് ആയിട്ട് പോകും, തീ കൂടിപ്പോയാൽ. അപ്പോൾ ആ കളർ പോകാണ്ടിരിക്കാൻ വേണ്ടി സിമ്മിലോട്ട് അങ്ങ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നേരെ ചട്നിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ അങ്ങനെ ഏതിലേക്ക് നമുക്ക് സൈഡായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.